നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊല്ലം ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശമായിട്ടുള്ള ഓച്ചിറ ഭാഗത്തായിട്ടാണുള്ളത്. ഓച്ചിറ നമ്മൾ കല്ലൂർ മുക്ക് എത്തുന്നതിന് മുമ്പ് പള്ളിമുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോയി. ഈ വീഡിയോ നമ്മൾ കൃഷ്ണപുരം വരെയുള്ള ഒരു അപ്ഡേറ്റാണ്, കൃഷ്ണപുരം പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇതിനകത്ത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം പള്ളിമുക്ക് കഴിഞ്ഞ് നേരെ കല്ലൂർ മുക്കിലോട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഇപ്പം സൈഡിൽ ഓടയുടെ നിർമ്മാണം ഇടതുഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വലതുഭാഗത്ത് ഇപ്പം മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ്. നമ്മൾ മുമ്പോട്ട് വരും തോറും 6 വരി കടന്നു പോകുന്ന സൈഡിലോട്ട് ഓടയുടെ നിർമ്മാണം ഇപ്പം വന്നു ചേരുന്നത് കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ട് ആണ് ഇപ്പം അവർ 2 സൈഡിലുമായിട്ട് ഓട ഇപ്പം സർവീസ് റോഡ് ഒഴിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് കയറ്റി പണിയുന്നത്. മറ്റേത് നമ്മൾ സർവീസ് റോഡ് കഴിഞ്ഞേച്ച് ഇടതുഭാഗത്തായിട്ടാണ് ഓട വരുന്നത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഓട വരുന്നത് 6 വരി പാതയുടെ വീതി കഴിഞ്ഞതിന് ശേഷം 2 എൻഡ് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ 2 ഭാഗത്തും സർവീസ് റോഡ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നെ മുമ്പോട്ട് വരുംതോറും ഈ ഓട 2 സൈഡിലോട്ടും അതിൻ്റെ 2 അറ്റത്തോട്ടും നീങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. 45 മീറ്റർ വീതി വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നീങ്ങിപ്പോവും. പിന്നെ നമ്മൾ ഇവിടെ പിന്നെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ GSB ഇട്ടത് ഈ വലതുഭാഗത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പം ഇവിടെ ഒരു ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തെ വീഡിയോ ഞാനൊരു കുറച്ച് ദിവസം മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മങ്ങാട് പാലത്തിൻ്റെ അടുത്തായിട്ട് ചെയ്തതുപോലുള്ള വർക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം ശകലം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓച്ചിറ സിഗ്നലിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ കുറേ ഫ്രിക്ഷൻ സ്ലാബും ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടതുഭാഗത്തൊക്കെ ഓടയുടെ നിർമ്മാണമൊക്കെയാണ് നടക്കുന്നത്. ഇടതുഭാഗത്ത് അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. കൂടുതൽ ഫ്രിക്ഷൻ സ്ലാബ് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലതുഭാഗത്ത് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സിഗ്നൽ കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ കുറച്ച് ക്രാഷ് ബാരിയർ നിർമ്മാണവും കുറച്ച് ലെങ്തിലായിട്ട് നീളത്തിൽ അങ്ങോട്ട് മുമ്പോട്ട് തീർന്നിട്ടുണ്ട്. ഇവിടെ ഇടതുഭാഗത്തും ക്രാഷ് ബാരിയർ നിർമ്മാണം എന്നുള്ള ഗ്യാപ്പൊക്കെ ആയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി നേരെ ഓച്ചിറയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇപ്പം വലതുഭാഗത്തായിട്ട് നല്ല താഴ്ചയുള്ള ഭാഗത്ത് ഇത്രയും മണ്ണിട്ട് ലെവൽ ചെയ്ത് അവരെടുത്തിട്ടുണ്ട്. നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു. പിന്നെ വലതുഭാഗത്ത് ഇനിയും ഓടയുടെ നിർമ്മാണം ചെയ്തു വരാനുണ്ട്. പിന്നെ വലതുഭാഗത്ത് മാത്രമായിട്ടാണ് വലിയ ലെങ്തിലായിട്ട് റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുഭാഗത്ത് കുറച്ച് ലെങ്തിലായിട്ട് മാത്രം നമുക്കിപ്പോൾ കാണാൻ പറ്റും. മണ്ണെടുത്ത് മാറ്റിയതുപോലെ കാണാൻ പറ്റുന്ന സ്ഥലത്തായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് നമുക്ക് കമ്പി ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മുൻഭാഗത്തായിട്ട് വരുമ്പോഴാണ് റിട്ടേണിംഗ് വാളിൻ്റെ ആ ഒരു നിർമ്മാണത്തിന് വേണ്ടി മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് കാണുന്നത്. വലതുഭാഗത്ത് ഇപ്പോൾ ഓരോ ലെയറും റിട്ടൈനിങ് വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഈ റിട്ടൈനിങ് വാൾ വലത്തോട്ട് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വള്ളി പോലെ സാധനം ഇപ്പം മണ്ണിലോട്ട് ഇങ്ങനെ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഈ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഇപ്പം റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് വലത്തേ സൈഡിലായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണി നടക്കുന്നത്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പം മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അണ്ടർപാസിൻ്റെ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം 3 വരി കടന്നു പോകുന്ന ഭാഗത്ത് മാത്രമായിട്ട് ടോപ്പ് കോൺക്രീറ്റിൻ്റെ ഒരു ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ അവിടെ കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇനി വലതുഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇപ്പം ഇടത്തേ സൈഡിൽ ചെയ്യാനുള്ള പദ്ധതിയുള്ളൂ. കറക്റ്റായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്ത് മാത്രമേ ഇപ്പോൾ സ്പാനൊക്കെ വെച്ചിട്ട് തട്ടുപോലൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇടത്തേ സൈഡിലോട്ട് മാറത്തുള്ളൂ. പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇനിയും പണിയൊക്കെ തുടങ്ങാനുണ്ട്. ഇവിടെ തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൈനിങ് വാൾ ബ്ലോക്ക് വെക്കണം. അപ്പം വലത്തേ സൈഡിലായിരിക്കണം വരേണ്ടത്. അപ്പം നമ്മളിവിടെ ഇപ്പം വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല അല്ലേ. അതായത് നമ്മളിപ്പം ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നിടത്ത് ഇപ്പോൾ പണി തുടങ്ങിയിട്ടില്ല. കുറച്ചും കൂടി നമ്മൾ മുമ്പോട്ട് വരുമ്പം പിന്നെ വലത്തേ സൈഡിലായിട്ട് റിട്ടൈനിങ് വാൾ ബ്ലോക്ക് ഉയർത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നിക്കുന്ന ഈ ഒരു വെള്ളക്കെട്ട് നിന്നിരുന്ന ഭാഗത്ത് തുരന്നെടുത്ത മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പം കണ്ട് ഇവിടെ റിട്ടൈനിങ് വാൾ ബ്ലോക്ക് ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട്.
നമ്മളിവിടുന്ന് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ജംഗ്ഷൻ മുക്കട ജംഗ്ഷനാണ്. ഇപ്പോൾ അവിടെയാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. നമ്മൾ ഓച്ചിറ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ മുക്കടയിലോട്ട് പോകുന്ന വഴിക്കാണ് നല്ല രീതിയിൽ തന്നെയുള്ള വർക്ക് ഇപ്പോൾ ആക്റ്റീവായിട്ട് നടക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇവിടെ ഇപ്പം നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു. ഇവിടെ ഇപ്പം മണ്ണൊക്കെ ഇട്ട് നിലവിലെ റോഡിൻ്റെ ലെവലിലെത്തിയതിന് ശേഷം GSB ഇട്ട് മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് 2-3 ഇടത്തായിട്ട് നികത്തിയെടുത്തിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇനിയും പണി നടക്കാനുണ്ട്. ഇവിടെ ചെറിയൊരു കലുങ്കിൻ്റെ നിർമ്മാണം എനിക്ക് തോന്നിക്കുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. അത് കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവരിപ്പം GSB ഇട്ട് മെറ്റിലിട്ട് നിരത്തി എടുത്തിട്ട് അത് ഇടിച്ചുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്ത് ഇടതുഭാഗത്ത് നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു നിലവിലെ റോഡിൻ്റെ 2 സൈഡിലും. അപ്പം മണ്ണിട്ട് നല്ലോണം ഉയർത്തിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെറ്റിലിട്ട് നിരത്തി എടുത്തിരിക്കുന്നതും കാണാൻ പറ്റും. ഇടത്തെ സൈഡിലൊക്കെ സർവീസ് റോഡിൻ്റെ അടുത്ത ഘട്ടം ഇനി ടാറിങ് ആയിരിക്കണം. ആ ഒരു ലെവലിലോട്ട് അവിടെ എത്തിയിട്ടുണ്ട്, പണി കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്ത് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പം ഇപ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്തും മെറ്റിലിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട റോഡ് വരുന്ന ഭാഗത്തും ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് തന്നെ അവർ മെറ്റിലിട്ട് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് ലെങ്തിലായിട്ട് മാത്രം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണിയും. പിന്നെ വലതു ഭാഗത്തായിട്ട് നല്ല ലെങ്തിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടത്തെ സൈഡിലൊക്കെ ഇവിടേക്ക് കഴിഞ്ഞ് മണ്ണിട്ട് എനിക്ക് തോന്നിക്കുന്നത് മണ്ണ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇപ്പം വൃത്തിയാക്കി എടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുക്കടൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ആ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് ലെങ്തിലായിട്ട് പൂർത്തിയായിട്ട് അവിടെ ഇപ്പം ഓടയുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് പുരോഗമിക്കുന്നുണ്ട്. വലതു ഭാഗത്ത് അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നമ്മൾ മുക്കട അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു വാർത്ത അതാണ്. നമ്മൾ മുക്കട അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലതു ഭാഗത്ത് ഇപ്പോൾ ഓടയുടെ നിർമ്മാണവും ഇപ്പോൾ അവിടെ കുറേ പുതിയ പോസ്റ്റുകളും കൊണ്ടുവന്ന് ഓടയുടെ മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഇപ്പം പ്രധാനപ്പെട്ട വാർത്ത ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പോൾ ഒരു മണ്ണിട്ട് ലെവൽ ചെയ്തിട്ട് ഇപ്പം GSB ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ ഈ മുക്കടയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഇപ്പം ഓരോ ലെയറും ഇപ്പം ഇടിച്ചുറപ്പിക്കുന്ന പണിയാണ് നടക്കുന്നത്. ഇപ്പം മണ്ണ് കൊണ്ടുവന്നിട്ട് ഇടിച്ചുറപ്പിച്ച് ഓരോ ലെയറും പോയി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇടത്തെ സൈഡിൽ മുമ്പോട്ട് വരുമ്പം ഇവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഈ റിട്ടേൺ വാളിൻ്റെ ഇടതുഭാഗത്ത് ഒരു കുറേ ലോഡ് കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്ന് ആ ഒരു ഭാഗത്തും കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തെ സൈഡിൽ എന്തെങ്കിലും പണി തുടങ്ങാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആദ്യമേ ഇവിടെ ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വലത്തെ സൈഡിലായിട്ട് ഇപ്പം സർവീസ് റോഡിൻ്റെ പണി നടക്കുന്നത്. നമ്മളിനി മുമ്പോട്ട് വരുന്നത് കൃഷ്ണപുരം പാലത്തിൻ്റെ അടുത്തായിട്ട് നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മൾ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ട് കുറച്ച് മണ്ണിട്ട് ലെവൽ ചെയ്തതിന് ശേഷം അവിടെ തന്നെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. പിന്നെ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന അബ്യൂട്ട്മെൻറ്റ് പിയറും പിന്നെ പിയർ ക്യാബിൻ്റെ നിർമ്മാണം ഒരു സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പണി നടക്കുന്നത് തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ടാണ്. അവിടെ തന്നെ ഇപ്പം ഇറ്റാച്ചിയും കമ്പിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് നിന്നിരുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി കളഞ്ഞത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് പിന്നെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും തുടങ്ങാനുണ്ട്. വലതു ഭാഗത്തൊക്കെ നിൽക്കുന്ന പോച്ചയൊക്കെ മാറ്റി അവിടെ വൃത്തിയാക്കി എടുക്കാനുണ്ട്. മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ കൃഷ്ണപുരം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോകുന്ന വഴിക്ക് ഇപ്പം ഇവിടെ വലിയ ചെടിക്കടയൊക്കെ നിന്നിരുന്നൊരു ഭാഗമാണ്. ആ ഒരു ഭാഗത്ത് ഇപ്പം വലത്തെ സൈഡിൽ ഇപ്പം മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇടത്തെ സൈഡിലും അതേപോലെ തന്നെ നിരപ്പാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ KPSC ജംഗ്ഷൻ വരെ ഉള്ള പണി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോവിലാണ് പോകുന്നത്. വലിയ പണിയൊന്നും ആ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടില്ല. ഇപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം വലത്തെ സൈഡിലുള്ള പണി ഇപ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ലെവൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നിടത്ത് വലിയ പണിയൊന്നുമില്ല. അടുത്ത നമ്മുടെ അപ്ഡേറ്റ് ഒന്നെങ്കിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് ആയിരിക്കും, അല്ലെങ്കിൽ തുറവൂർ മുതൽ അരൂർ വരെയുള്ളതായിരിക്കും. ആറ്റിങ്ങൽ ബൈപ്പാസ് ആദ്യമേ ചെയ്യുകയാണെങ്കിൽ തുറവൂർ മുതൽ അരൂർ വരെയുള്ള വീഡിയോ രണ്ടാമതുണ്ടായിരിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.